കേരളത്തിലും ബാലവിവാഹങ്ങൾ യഥേഷ്ടം നടക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിൽ വയ്ക്കുന്നത്. മതസ്ഥാപനങ്ങളുടെ പിന്തുണ മാത്രം മതി ഇങ്ങനെയൊരു വിവാഹത്തിന്. നിയമപരമായി പ്രായമെത്താത്ത പെൺകുട്ടികളുടെ വിവാഹം പണം പറ്റി നടത്തിക്കൊടുക്കുന്ന ഒരു മസ്ജിദ് ഇവിടെ പ്രവർത്തിക്കുന്നു. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്താണ് ബാലവിവാഹം നടത്തിക്കൊടുക്കാനായി ഒരു പള്ളി പ്രവർത്തിക്കുന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ മസ്ജിദിൽ 3500 രൂപ ചെലവിൽ വിവാഹം നടക്കും. പ്രായം തിരുത്തിയുള്ള വിവാഹ സർട്ടിഫിക്കറ്റും മസ്ജിദിൽ നിന്ന് ലഭിക്കും. ന്യൂസ് മലയാളം അന്വേഷണം. നിയമം വേറെ, നിക്കാഹ് വേറെ. ഞാൻ ശില്പ ബാലൻ, ന്യൂസ് മലയാളം ചാനൽ സബ് എഡിറ്ററാണ്. ഞാൻ ജോസ് കെ മാത്യു, ന്യൂസ് മലയാളം ചാനൽ സബ് എഡിറ്ററാണ്. ഞാൻ മുഹമ്മദ് റാഫി കരി. ഞാനും എൻ്റെ ഈ സഹപ്രവർത്തകരും ചേർന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നിയമവിരുദ്ധ പ്രവൃത്തിയെ തുറന്നു കാട്ടാൻ ശ്രമിക്കുകയാണ്. ബാലവിവാഹങ്ങളെ നിയമം കൊണ്ട് തടഞ്ഞ നാട്ടിൽ പണം വാങ്ങി ബാലവിവാഹങ്ങൾ നടക്കുന്ന ഒരു പള്ളിയുണ്ട്. ഇത് പുറത്തു കൊണ്ടുവരാൻ ജോസിനെയും ശില്പിയെയും വധുവരന്മാരായി വേഷം കെട്ടിക്കേണ്ടി വന്നു. എൻ്റെ സഹപ്രവർത്തകരുടെ സഹായത്തോടെ ക്യാമറയ്ക്ക് വേണ്ടി ഒരു വിവാഹ ചടങ്ങും ഞങ്ങൾ നടത്തി. ഇനി വാർത്തയിലേക്കാണ്. നിക്കാഹ് നടത്താൻ വേണ്ടിയിട്ടാണ്, നിക്കാഹ് നടത്തി തരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതിനൊരു പെൺകുട്ടി നമ്മൾ പ്രേമത്തിലാണ്. അതായത് ഞങ്ങളുടെ പ്ലേഡമിൽ ജോലിയാണ് അവൻ, സൂപ്പർവൈസറാണ്. ഇപ്പോൾ മലയാളിയാണ്, ഇന്ന് ബംഗാൾ സ്വദേശിയാണ്. लड़की किधर है? इधर हमारे पास कब आना चाहिए, कैसा है हमको मालूम नहीं. हमारा दोस्त बोला इसलिए हम लोग गाँव से इधर में निकाह पड़ाता है. मेरे तो बहुत बंगाली लोग हैं ना. हाँ, ज़्यादा निकाह पड़ाता है. लेकिन कैसा है वो जुम्मा को दिन को जब आपको टाइम मिले तब भी आ सकता, प्रॉब्लम है. मगर सुबह आएगा सुबह. लेकिन दूसरा आदमी को उसको भी मरेगा, दूसरा आदमी को मरेगा. इसलिए लड़की बोला वो कौन ऐसा हो रहा है. लड़की को उम्र कमी है, 16 है. तो जिस तरह अभी ഇത് ചെയ്തില്ലെങ്കിൽ ഇവർ തിരിച്ചു കൊണ്ടുപോകാൻ नहीं तो इधर से लेके वो बंगाल में उसका मुर्शिदाबाद नहीं है. कौन बशर को बशर उसका है लड़की. इधर से ले आएगा तो वापस नहीं आएगा. ये लड़की अभी किधर है? अभी गाड़ी में आएगा तो देख मैं बोलेगा किसी को बोलेगा. हाँ मालूम है, पैसा मतलब मैं किसी को बोलेगा ना. पैसे इसका प्यार है. हाँ मैं उनको एक मिनट में उधर तो सबसे बाकी इधर आके चलेगा. हाँ ज़्यादा नहीं है सर. कितना कितना आदमी चाहिए? 2-3 आदमी को ज़्यादा नहीं. लड़की अभी निकाल अभी नहीं. लड़की गवाह है. लड़की गवाह थी. देखो उसका दो गवाह चाहिए, एक लड़का की तरफ से एक लड़की की तरफ से. उसको वलीद चाहिए. दूसरा वलीद नहीं आएगा, उसको आदमी लोग नहीं आएगा. अभी तो हम लोग ये स्कूल में गए ना, इसलिए लेके आया. 1 घंटा 2 घंटे तो वालिद उसका वलीद नहीं है. वालिद नहीं, भाई है. भाई भी नहीं है, लेकिन
फ्राइडे हाँ फ्राइडे मुश्किल नहीं सुबह आएगा। हाँ सुबह 8 बजे के बाद आओ 8 बजे का क्योंकि मैं 8 बजे के बाद उधर में रजिस्ट्रेशन चार्ज जैसे लास्ट इधर रजिस्ट्रेशन चार्ज 3500 है लास्ट 3500 हिंदी आता कि नहीं ये बोलो डरो मत डरता क्यों है घर किधर है बंगाल मुर्शिदाबाद तो शादी करने के लिए तैयार है हाँ तैयार है लेकिन ബാലവിവാഹമാണ് എന്നറിഞ്ഞിട്ടും നിക്കാഹ് നടത്തുന്നുണ്ട് എന്ന് തെളിയിക്കാൻ പെൺകുട്ടിയുടെ പ്രായം 16 വയസ്സെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ആധാർ കാർഡിൻ്റെ രൂപത്തിൽ ഞങ്ങൾ നൽകിയ കടലാസു കഷ്ണത്തിൽ പെൺകുട്ടിയുടെ ജനനവർഷം 2008 എന്ന് ഇമാം മനസ്സിലാക്കുന്നുണ്ട്. ആ ഇമാമിൻ്റെ നേതൃത്വത്തിൽ നിക്കാഹും ഞങ്ങൾ നടത്തി. ആ ദൃശ്യങ്ങൾ കൂടി കാണൂ. तो उसका आधार कार्ड लाया है फोटो है तो आधार कार्ड मुझे दे दो कॉपी है तो वो दे दो दोनों दे दो लड़का का लड़की का दोनों का वो लड़का की तरफ से आपका नाम क्या है वो उधरी आपका नाम क्या है मेरा अब्दुल करीम ओके പോയിട്ടില്ല അതാണ് ഇപ്പോൾ കല്യാണം നമ്മൾ നടത്തിയത് അത് लड़का की तरफ आलपुरा नाम क्या है सुल्फिकर मोहम्मद सुल्फिकर उसका एक लिस्ट बनाएगा उसको नाम डालेगा आपका नाम क्या है आसिफ लड़की की तरफ अल्हम्दुलिल्लाह नहमदुहु व नस्तईनुहु व नस्तगफिरुहु व नतवक्कलु अलैहि फक़ाल अलैहि الصلاة والسلام النكاح من سنتي وفي رواية فمن رغب عن سنتي فليس مني أو كما قال عليه الصلاة والسلام बाद में लिख के व्हाट्सएप करके देगा 12 ഗ്രാം സ്വർണ്ണത്തിന് പകരമായിട്ട് ഇയാൾ ചെയ്യുന്ന എല്ലാം ഒന്നും പറഞ്ഞത് അത് സമ്മതിച്ചില്ല. अल्हम्दुलिल्लाह मैंने कबूल किया अल्हम्दुलिल्लाह मैंने कबूल किया ഞങ്ങൾ നടത്തിയ വിവാഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇമാം വാട്സപ്പിൽ അയച്ചു തന്നതാണിത്. സർട്ടിഫിക്കറ്റിൽ വധുവിന്റെ വയസ്സ് 16 എന്നത് 20 തിരുത്തിയിട്ടുണ്ട്. അഭിഭാഷകനും CPM പ്രാദേശിക നേതാവുമായ ഷംസുദ്ദീന്റെ നിയന്ത്രണത്തിലാണ് പള്ളി പ്രവർത്തിക്കുന്നത്. വെള്ളിയാഴ്ചകൾ അവിടെ ജുമാ നടക്കുന്നുണ്ട്. ഇതൊന്നും നിഷേധിക്കുന്നില്ല. അവിടെ ബാലവിവാഹങ്ങൾ നടക്കുന്നുണ്ടോ പ്രായം കുറഞ്ഞ ആളുകളുടെ? നിക്കാഹുകൾ നടക്കുന്നുണ്ടോ? ഷംസുദ്ദീന്റെ കുടുംബസ്വത്തായ പള്ളിയുടെ കീഴിൽ അനാഥാലയവും പ്രവർത്തിക്കുന്നുണ്ട്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 21 വയസ്സാക്കണമെന്ന ചർച്ചകൾക്കിടെയാണ് ഒരു ജുമാ മസ്ജിദ് കേന്ദ്രീകരിച്ച് ബാലവിവാഹങ്ങൾ നടക്കുന്നത്.
പ്രായം തികയാതെയുള്ളവരുടെ വിവാഹങ്ങൾ ഈ പള്ളിയിൽ പതിവാണെന്ന് നാട്ടുകാർക്കും ആക്ഷേപമുണ്ട്. ഞങ്ങൾക്ക് വിവരം നൽകിയ നാട്ടുകാരിൽ ആരും ക്യാമറയ്ക്ക് മുന്നിൽ പറയാൻ പള്ളിയെ പേടിച്ചു തയ്യാറല്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അന്വേഷണ മാർഗം സ്വീകരിക്കേണ്ടി വന്നത്. ക്യാമറാമാൻ രാഹുൽ മുരളിയോടൊപ്പം റാഫി കരീം, ന്യൂസ് മലയാളം 24/7. കേരളീയ പൊതുസമൂഹത്തിൻ്റെ, നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ, ഭരണാധികാരികളുടെ ഒക്കെ ശ്രദ്ധയിൽ വരേണ്ട ഒരു വിഷയമാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്തെ ഒരു പള്ളിയിലാണ് ഇത്തരത്തിൽ ബാലവിവാഹങ്ങൾ കൊടുക്കുന്നത്. ഇത് കേവലം ഒരു പള്ളിക്കെതിരെയോ അവിടുത്തെ ഇമാമിനെതിരെയോ നടപടി സ്വീകരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ഇങ്ങനെയൊരു സംഗതി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ ഭരണ സംവിധാനങ്ങൾ, അധികാരികൾ മനസ്സിലാക്കുകയാണ് ഏറ്റവും പ്രധാനം. അത്തരത്തിൽ അവരുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനാണ് ഞങ്ങൾ ഇങ്ങനെയൊരു അന്വേഷണം നടത്തിയതും. മുഹമ്മദ് റാഫി കരീം ചേരുകയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത. റാഫി, അവിടെ നിന്നും വ്യാപകമായി നമ്മൾക്ക് പരാതികൾ വന്നിരുന്നോ? ഈ പരാതിപ്പെട്ട ആരും തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഇക്കാര്യം പറയാൻ തയ്യാറായിരുന്നില്ലേ? ലക്ഷ്മി, തീർച്ചയായും ആ പ്രദേശവാസികളിൽ നിന്നും ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവിടെയുള്ള പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ആരംഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മളോട് ഈ പരാതി പറഞ്ഞ ആളുകളോട് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്താൻ കഴിയുമോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ ആ പ്രതികരണങ്ങൾ വച്ചായിരിക്കാം നമുക്ക് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. എന്നാൽ ഇവർക്കാർക്കും തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ കഴിയില്ലായിരുന്നു. കാരണം അതൊരു സമുദായത്തിലെ ഒരു പള്ളിക്കെതിരെ ആയതുകൊണ്ട് ഈ വിവരങ്ങൾ അറിയാമെങ്കിലും ഇവർക്ക് പറയാൻ കഴിയില്ലായിരുന്നു. പിന്നീട് ഇവരിൽ നിന്നുള്ള സഹായം നമുക്ക് ലഭിക്കുകയും ആ പ്രദേശത്ത് നമ്മൾ എത്തുകയും എന്തൊക്കെയാണ് ഈ പ്രദേശത്ത് നടക്കുന്നതെന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഒരു പള്ളി കേന്ദ്രീകരിച്ച് വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. വിവാഹങ്ങൾ മാത്രമല്ല, പലതും നിയമവിരുദ്ധമായാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നടക്കുന്ന ഒരു വിവാഹം തന്നെ ചിത്രീകരിക്കാം എന്നുള്ളതായിരുന്നു നമ്മളുടെ ആദ്യ ശ്രമം. എന്നാൽ അവിടെ നമുക്കറിയാവുന്നത് പോലെ തന്നെ പെരുമ്പാവൂരിലെ ബംഗ്ലാദേശ് കോളനി എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണത്. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഏറ്റവും അധികം അവിടെ താമസിക്കുന്നത്. അതൊരു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ മാത്രം ഒരു കേന്ദ്രമായി ആ പ്രദേശമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിക്കാഹുകൾ നടക്കുന്ന ഒരു സമയം കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ലായിരുന്നു. നിക്കാഹുകൾ നടക്കുന്ന സമയം ആ നിക്കാഹ് നടത്തുന്ന ആ പള്ളി ഇമാമും ഒപ്പം തന്നെ നിക്കാഹിനായി അവിടെ എത്തുന്നവരും മാത്രമാണ് അറിഞ്ഞിരുന്നത്. ഇവർ മാത്രമായിരിക്കും നിക്കാഹിൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകുക. ഒപ്പം തന്നെ ഈ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന ആ പ്രാദേശികമായുള്ള ആളുകളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയുക. അവരിൽ നിന്ന് ഇത്തരം വിവരങ്ങൾ അറിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒപ്പം തന്നെ ഈ നിക്കാഹ് നടക്കുന്ന സമയം, അതാണ് ഏറ്റവും വിചിത്രമായുള്ളത്. കാരണം രാവിലെ 8 മണിക്ക് മുൻപ് വരാനാണ് ഞങ്ങളോട് നിർദ്ദേശിച്ചത്. ഇത്തരത്തിലുള്ള സമയമാണ് നിക്കാഹിനായി ഈ പള്ളിയുടെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ഈ നിക്കാഹിന് വേണ്ടി ഇത്തരം സമയങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. ഒന്നല്ലെങ്കിൽ രാത്രി വൈകി, അല്ലെങ്കിൽ അതിരാവിലെ. ഇത്തരം സമയങ്ങളിൽ വളരെ രഹസ്യമായിട്ടായിരിക്കും ഈ നിക്കാഹുകൾ നടക്കുക. ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ അവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഇത്തരത്തിൽ എത്ര കല്യാണങ്ങൾ ഇങ്ങനെ നടക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കണക്കുകൾ നമ്മൾക്കിപ്പോൾ പറയാനുണ്ടോ? ലക്ഷ്മി, എത്ര കല്യാണങ്ങൾ നടന്നിരുന്നു എന്നുള്ള കണക്കുകൾ നമുക്ക് വ്യക്തമല്ല. കാരണം കഴിഞ്ഞ ഒരു 1-2 വർഷമായി പള്ളി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ സ്ഥാപനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഈ വർഷങ്ങളായി ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട രജിസ്റ്റർ അത്തരം കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിരുന്നു. കാരണം എത്ര വിവാഹങ്ങൾ ഇതിനോടകം തന്നെ അവിടെ നടന്നിട്ടുണ്ട് എന്നറിയുന്നതിന് വേണ്ടി. എന്നാൽ രജിസ്റ്റർ അടക്കമുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നില്ല. രജിസ്റ്റർ ഉണ്ട് എന്ന് ഇമാമ് നമ്മളോട് പറഞ്ഞു. അതിനുശേഷം നമുക്ക്
സാധിക്കുന്ന രീതിയിൽ ആ പള്ളിയുടെ പരിസരവും അപ്പോൾ പള്ളിയുടെ ചേർന്നുള്ള ഓഫീസുമുണ്ട്, ബോർഡ് തന്നെ വച്ചുള്ള ഒരു ഓഫീസാണുള്ളത്. ആ ഓഫീസും നമ്മൾ അതിനകത്തൊരു പരിശോധന നടത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് നമുക്ക് സാധിച്ചില്ല അത്തരത്തിലൊരു പരിശോധന നടത്താൻ. ഒപ്പം തന്നെ ഈ വിവാഹം നടത്തിയ ആളുകളെ കണ്ടെത്താനുള്ള ശ്രമവും ഞങ്ങൾ നടത്തി. പക്ഷേ നിർഭാഗ്യമെന്ന് പറയുന്നത് ഈ വിവാഹം നടത്തിയ ആളുകൾ എന്നുള്ളത് ഒരു തരത്തിലുമുള്ള അഡ്രസ്സും ഈ ആളുകൾക്ക് വ്യക്തമായില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ വിവാഹം ആഗ്രഹിച്ചു വരുന്നവരുമാണ് ആ പള്ളിയിലേക്ക് എത്തുക. ഇത്തരക്കാരുടെ ഒരു തരത്തിലുള്ള രേഖകളും ആ പള്ളിയിൽ നിന്ന് ലഭിച്ചില്ല. ഇത്തരക്കാരെ കണ്ടെത്താനുള്ള ശ്രമം വിഫലമാവുകയുമാണ് ചെയ്തത്. ഇതിനെല്ലാം ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണ മാർഗം ഞങ്ങൾ സ്വീകരിക്കുന്നതും അവിടെ ഇത്തരത്തിലൊരു നിയമവിരുദ്ധ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ഒരു വിവാഹം അത് ക്യാമറയ്ക്ക് വേണ്ടി അവിടെ നമ്മൾ നടത്തുന്നതും. റാഫി, അവിടെ നിയമലംഘനങ്ങളുടെ ഒരു പരമ്പര തന്നെ നടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ വിവാഹത്തിന് ശേഷം പ്രായം തിരുത്തിയുള്ള വിവാഹ സർട്ടിഫിക്കറ്റും നൽകുന്നുണ്ടല്ലേ? തീർച്ചയായും നമ്മളോട് ഈ പള്ളി ഇമാമ് രണ്ടാം വട്ടം വിവാഹത്തെ സമയത്ത് ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് ആധാർ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി, ആധാർ കാർഡ് എന്ന രൂപേണ നമ്മൾ തയ്യാറാക്കിയ ഒരു കോപ്പി നൽകുന്നുണ്ട്. ആ കോപ്പി വാങ്ങിയതിന് ശേഷം പറയുന്നുണ്ട് ഇവിടെ രജിസ്റ്റർ ഉണ്ട്, ആ രജിസ്റ്ററിൽ പേര് ചേർക്കണം, അതിനുശേഷം വിവാഹ സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് പറയുന്നു. പിറ്റേ ദിവസം ഈ വിവാഹ സർട്ടിഫിക്കറ്റ് ഈ മസ്ജിദ് ഇമാമ് വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ വിവാഹ സർട്ടിഫിക്കറ്റിൽ 2004 എന്നാണ് പെൺകുട്ടിയുടെ പ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ പ്രായം 20 വയസ്സാക്കിയാണ് വിവാഹ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഈ പ്രായം തിരുത്തിയ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി പറഞ്ഞു തരുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ആദ്യമായല്ല നടക്കുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ ആ ഓഡിയോ സന്ദേശമുണ്ട്. ആ ഓഡിയോ സന്ദേശത്തിൽ അതിൽ പറയുന്നത് കൃത്യമായി ഈ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഈ വിവാഹ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പുതിയൊരു ആധാർ കാർഡ് തയ്യാറാക്കൂ എന്നുള്ളതാണ് പറയുന്നത്. ആ ആധാർ കാർഡ് എങ്ങനെ തയ്യാറാക്കണമെന്ന് ചോദിച്ചാൽ നിലവിലുള്ള ആധാർ കാർഡ് ബംഗാൾ അഡ്രസ്സിലുള്ളതാണ്, വെസ്റ്റ് ബംഗാൾ അഡ്രസ്സിലുള്ള ആധാർ കാർഡാണുള്ളത്. അതിന് പകരം നാട്ടിലെ വാടകയ്ക്ക് താമസിക്കുന്ന കെട്ടിടത്തിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ച് ഈ വിവാഹ സർട്ടിഫിക്കറ്റും ഉപയോഗിച്ച് നിങ്ങൾക്കൊരു പുതിയ ആധാർ കാർഡിന് ശ്രമിക്കാം എന്നുള്ള നിർദ്ദേശം പോലും ഈ മസ്ജിദ് ഇമാമിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. വെറുതെ ഒരു നിക്കാഹ് നടത്തുക മാത്രമല്ല വിവാഹ സർട്ടിഫിക്കറ്റ് തരികയും ആ വിവാഹ സർട്ടിഫിക്കറ്റ് എങ്ങനെ ഉപയോഗിക്കണമെന്നും ഈ ഇമാം പറഞ്ഞു തരുന്ന ഒരു സാഹചര്യമാണ് ആ മസ്ജിദിലുള്ളത്. റാഫി, അവിടെ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാൽ ആദ്യം ഇടപെടുക ആ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളായിരിക്കും. ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അറിവുണ്ട്, മറ്റ് സാമൂഹ്യ സംഘടനകൾക്ക് എത്രത്തോളം ഇതുമായി ബന്ധപ്പെട്ട് അറിവുണ്ട്? നമ്മൾ മനസ്സിലാക്കിയ പ്രകാരം CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. പാർട്ടിക്ക് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് അറിവില്ലേ, അതോ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വകാര്യമായ ഒരു സ്ഥാപനമായി സംവിധാനമായി ആണോ ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്? പാർട്ടിക്ക് അറിവില്ലേ ഇക്കാര്യത്തെക്കുറിച്ച്? ലക്ഷ്മി, ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPIM ലോക്കൽ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റായ ഷംസുദ്ദീൻ്റെ കുടുംബ സ്വത്തായാണ്. ഈ ഷംസുദ്ദീൻ്റെ കുടുംബമാണ് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഈ സ്ഥാപനം നടത്തുന്നത്. ഷംസുദ്ദീൻ്റെ സഹോദരൻ മരിച്ചു, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി ഇത് നടത്തുന്നത്. ആദ്യം യത്തീംഖാനയായിരുന്നു ഇവർ ആരംഭിച്ചത്. ആ യത്തീംഖാന പിന്നീട് പള്ളിയാക്കി മാറ്റുകയായിരുന്നു. ഈ ട്രസ്റ്റിൽ ഈ ഷംസുദ്ദീൻ്റെ ബന്ധുക്കൾ മാത്രമാണുള്ളത്. ഒപ്പം തന്നെ ഷംസുദ്ദീൻ്റെ വീടിനോട് ചേർന്നുള്ള 2 ആളുകളുമാണ് ഈ ട്രസ്റ്റിലെ 7 അംഗ മെമ്പർമാരായിട്ടുള്ളത്. ഈ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. ഈ ഷംസുദ്ദീനെ കുറിച്ച് പറയുമ്പോൾ ലോക്കൽ കമ്മിറ്റി അംഗം മാത്രമല്ല, മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ഷംസുദ്ദീൻ. അഡ്വക്കേറ്റാണ്. ആ നാട്ടിലെ സാമൂഹ്യ മേഖലകളിലെല്ലാം വലിയ ഇടപെടലുകൾ നടത്തുന്ന ഒരാൾ കൂടിയാണ്. ഈ പെരുമ്പാവൂരിലെ ബാർ അസോസിയേഷനിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ച ഒരാൾ കൂടിയാണ്. അങ്ങനെ ഈ ഷംസുദ്ദീൻ്റെ നിയന്ത്രണത്തിലും ഒപ്പം തന്നെ ഷംസുദ്ദീൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണത്തിലുമാണ് ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. മസ്ജിദ് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിയമവിരുദ്ധമായാണ് മസ്ജിദ് പോലും അവിടെ പ്രവർത്തിക്കുന്നത്. കളക്ടർക്ക് മുന്നിൽ ബാങ്ക് വിളിക്കില്ല, ജുമാ നമസ്കാരങ്ങളടക്കം നടത്തില്ല എന്ന് വ്യക്തമാക്കിയാണ് ഈ മസ്ജിദിൻ്റെ പ്രവർത്തനം. എന്നാൽ ബാങ്ക് വിളികളോടുകൂടി ജുമാ നമസ്കാരത്തോടു കൂടിയാണ് ഈ മസ്ജിദ് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞു തീർക്കണം. എന്നാൽ ഇത്തരത്തിൽ മസ്ജിദ് പ്രവർത്തിക്കുമ്പോഴും അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ സംഘടനകളോ മറ്റ്
സാമൂഹിക സംഘടനകളോ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഈ വ്യക്തിയെ ഭീഷണി അടക്കമുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നേരിടാനാണ് ഈ CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ ശ്രമിച്ചത്. അതുപോലെയുള്ള പ്രവർത്തനങ്ങളാണ് പാർട്ടി ബന്ധവും ഒപ്പം തന്നെ ഇയാൾക്ക് ഉള്ള സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് ഈ മസ്ജിദിനെതിരെ സംസാരിക്കുന്ന ആളുകളെ നേരിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലും ഈ മസ്ജിദിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത ഈ ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഭാരവാഹികളിൽ നിന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മസ്ജിദിനെതിരെ അധികം ആളുകൾ പ്രതികരിച്ചില്ല. തീർച്ചയായും ഈ ഒരു നിയമലംഘനം പുറത്തേക്ക് വരുമ്പോൾ പാർട്ടി CPIM എന്തായിരിക്കും ഈ ലോക്കൽ കമ്മിറ്റി അംഗത്തിന് നേരെ സ്വീകരിക്കുന്ന നിലപാട്, നടപടി എന്നതുകൂടി ആകാംക്ഷയുണർത്തുന്ന ഒരു കാര്യമാണ്. 2006 ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം 18 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെയും 21 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടിയുടെയും വിവാഹം ശിക്ഷാർഹമാണ്. എന്നാൽ മുസ്ലിം വ്യക്തി നിയമമനുസരിച്ച് ഈ വിവാഹത്തിന് നിയമസാധുതയുണ്ട്. വിഷയത്തിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ വിധി വന്നാലേ രാജ്യത്ത് ഏകീകൃത നിയമം നടപ്പാക്കാനാകൂ. കേരളത്തിൽ ഇപ്പോഴും ശൈശവ വിവാഹങ്ങൾ സജീവമാണെന്നതിൻ്റെ തെളിവുകൾ ഈ അടുത്താണ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് പുറത്തുവിട്ടത്. ചേരുന്നു. ഷപ്ന, ഈ പെരുമ്പാവൂരിൽ നമ്മൾ കണ്ടത് അത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഒരു തെറ്റായ കാര്യം അല്ല. പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം അത് അത്യന്തം കുറ്റകരമായ ഒന്നുമാണ്, അല്ലേ? കേരളത്തിൽ ഈ നിയമത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിൽ ഇത്തരത്തിൽ 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളുടെ 21 വയസ്സ് തികയാത്ത ആൺകുട്ടികളുടെയൊക്കെ വിവാഹത്തെ കേരളത്തിൽ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്? ലക്ഷ്മി, അതിന് കൃത്യമായി ഹൈക്കോടതി തന്നെ ഈ അടുത്ത് ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം നെടുമങ്ങാട് ഒരു ശൈശവ വിവാഹം നടന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം. വലിയ ചർച്ചയായിരുന്നു ആ വിഷയം. അത്തരത്തിലുള്ള കേസ് കേരള ഹൈക്കോടതിയിലെത്തുമ്പോൾ കേരള ഹൈക്കോടതി തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു, ശൈശവ നിരോധന നിയമപ്രകാരം 2006 ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യക്തി നിയമപ്രകാരമുള്ള കുറ്റം അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിന് നിയമസാധുതയുണ്ട്. കാരണം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇത്തരത്തിൽ പ്രായപൂർത്തി എത്തണം എന്നില്ല. പക്ഷേ രാജ്യത്ത് ഈ ശൈശവ നിരോധന നിയമം ഉള്ളതുകൊണ്ട് ആ നിയമപ്രകാരം ഈ വിവാഹം ചെയ്തു കൊടുക്കുന്ന രക്ഷാകർത്താക്കൾ, അതുപോലെ ഈ വിവാഹം ചെയ്യുന്നയാൾ അയാൾ പ്രായപൂർത്തിയായതായിരിക്കും. അപ്പോൾ വിവാഹം ചെയ്യുന്നയാൾ, രക്ഷാകർത്താക്കൾ ഇവരെല്ലാവരും കുറ്റക്കാരാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ സെക്ഷൽ ഒഫൻസ് എന്തെങ്കിലും, അതായത് വിവാഹത്തിന് ശേഷമുള്ള അത്തരത്തിൽ ഒഫൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോക്സോ ആക്റ്റും നിലനിൽക്കും. പോക്സോ നിയമപ്രകാരവും ഇവർ കുറ്റക്കാരാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ നിയമത്തിൽ തന്നെ ഒരു പ്രശ്നമുള്ളത്, കേരളത്തിൽ ഇത്തരത്തിലുള്ള നിയമം നിലനിൽക്കുമ്പോൾ തന്നെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഈ അടുത്ത് തന്നെ ഇത്തരത്തിലൊരു നിയമം ഈ കേസിൽ വിധി പറഞ്ഞിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞത് ഈ വ്യക്തി നിയമപ്രകാരം അവർ കുറ്റക്കാരല്ല, അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ്. സുപ്രീം
ഹൈക്കോടതിയിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട്. ആ കേസിലൊരു അന്തിമ വിധി വന്നാൽ ഏതായാലും ഒരു ഏകീകൃതമായ നിയമമായി വരും. ഏതായാലും കേരളത്തിൽ ഇത് വലിയ കുറ്റം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോക്സോ ആക്ട് പ്രകാരവും അതുപോലെ ശൈശവ നിരോധന നിയമപ്രകാരവും കുറ്റകരമായ തെറ്റാണ് ഈ പെരുമ്പാവൂർ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് 2 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഷബ്ന, ഈ പോക്സോ വകുപ്പ് അത് വിവാഹം നടത്തി കൊടുക്കുന്നവർക്ക് ഒക്കെ ബാധകമാകുമോ? അതോ അതിനുശേഷം ഷബ്ന പറഞ്ഞത് പ്രകാരം അതിനുശേഷം എന്തെങ്കിലും കേസോ കാര്യങ്ങളോ പീഡനമോ മറ്റോ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിന് ഇത്തരം വിവാഹങ്ങളെ ആ വകുപ്പിൻ്റെ പരിധിയിൽ പെടുത്തുമോ? ലക്ഷ്മി, അത് ഈ പോക്സോ നിലവിൽ വരുന്നത് ഏതെങ്കിലും സെക്ഷൽ ഒഫൻസ് എന്ന രീതിയിലുള്ള സംഭവങ്ങളിലേക്ക് വന്നാലാണ് പോക്സോ ആക്ട് പ്രകാരം കേസ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ ശൈശവ നിരോധന നിയമത്തിലെ വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നയാൾ ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാം എന്നാണ് കോടതികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ കേസെടുക്കുന്നത്. പിന്നെ മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വിവാഹം നടക്കുന്നത് എന്നാണ്. കേരളത്തിൽ തന്നെ ഈ ആദിവാസി വിഭാഗങ്ങളിൽ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വിവാഹങ്ങളും ഇതേപോലെ തന്നെ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വന്ന് അത്തരത്തിലുള്ള കേസ് വരികയും അതുപോലുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ഷബ്ന, ഇപ്പോൾ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് എ ഷുക്കൂർ ചേരുന്നുണ്ട്. LC ഉമ്മൻ മനഃശാസ്ത്ര വിദഗ്ധ ചേരുന്നുണ്ട് നമുക്കൊപ്പം തത്സമയം. ആദ്യം അഡ്വക്കേറ്റ് എ ഷുക്കൂറിലേക്ക്. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഈ മുസ്ലിം വ്യക്തി നിയമത്തിൻ്റെ നൂലാമാലകളെ മറികടക്കാൻ ഇന്ത്യൻ നിയമപ്രകാരം അടുത്തിടെ വിവാഹം കഴിച്ച ആൾ കൂടിയാണ് താങ്കൾ. അതുകൊണ്ടുകൂടി ഒരു കാര്യം ചോദിക്കുകയാണ്. ഇത്തരത്തിൽ ഈ മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് പ്രായപൂർത്തിയാക്കാത്ത കുട്ടികളെ വിവാഹം കഴിപ്പിക്കുന്നത് തെറ്റല്ല, പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം തെറ്റുമാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നതാണോ ഇത്തരത്തിലുള്ള കേസുകൾ കൂടാൻ കാരണമായിട്ടുള്ളത്? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിലുള്ള കേസുകൾ ധാരാളമായി നടക്കുന്നുണ്ടോ? എന്താണ് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്? നമ്മുടെ ഈ പെരുമ്പാവൂരിൽ നമ്മളിപ്പോൾ കണ്ട ഒരു സാഹചര്യം വെച്ച് ഇത് കേരളത്തിൽ മുഴുവൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തിലെ മഹല്ല് കമ്മിറ്റികൾ വളരെ ജാഗ്രത ഈ കാര്യത്തിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു ആൾ കല്യാണം കഴിക്കാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ എവിടുത്തെ പ്രദേശത്തുകാരനാണെങ്കിൽ ആ പ്രദേശത്ത് നിങ്ങൾ താമസിക്കുന്ന മഹലിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ആ വാക്കാട് ഉപയോഗിക്കുക. നിങ്ങൾ വേറെ വിവാഹിതനല്ല, നിങ്ങൾക്ക് വേറെ ഭാര്യയില്ല, കുട്ടികളില്ല തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഏജ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ കൊണ്ടു കൊടുത്താൽ മാത്രമേ പള്ളി കേന്ദ്രീകരിച്ചുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കേരളത്തിൽ നൽകാറുള്ളൂ. ഒട്ടുമിക്ക മഹലുകളും ആ കാര്യത്തിൽ വളരെ പക്കയാണ്. കൃത്യമായി എല്ലാ കാര്യവും അന്വേഷിച്ചിട്ട് നിരവധി 2ാം വിവാഹം കഴിക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെട്ടു പോകുന്നത് ഈ മഹല്ലുകൾ ഇങ്ങനെ ജാഗ്രത പുലർത്തുകൊണ്ടാണ്. സത്യത്തിൽ നിയമപരമായി 2ാം വിവാഹം കഴിക്കാൻ പോലും ഒരു മഹല്ല് കമ്മിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷേ കേരളത്തിലെ മഹല്ലുകൾ ആ കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ തന്നെ ഇപ്പം നമ്മൾ ഈ നടന്നു എന്ന് പറയുന്ന വിവാഹം, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുസ്ലിം വിവാഹത്തിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, വരം വേണം, വധുവിൻ്റെ പിതാവ് വേണം, 2 സാക്ഷികൾ വേണം, അതുപോലെ തന്നെ മഹർ വേണം. ഇവർ ഇപ്പം നിലവിലുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതി അനുസരിച്ച് ഇതൊരു വിവാഹ രജിസ്റ്ററിൽ എൻട്രി ചെയ്യണം. വധുവിൻ്റെ പേര്, വരൻ്റെ പേര്, വലിയൻ്റെ പേര്, വലിയാണ് രക്ഷിതാവ്, വലിയൻ്റെ പേര്, മഹർ എത്രയാണ് രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ 2017 മുതൽ നമ്മുടെ നാട്ടിൽ വിവാഹ റൂൾസ് ഉണ്ട്, മാരേജ് റൂൾസ് എന്ന് പറയും. നമ്മൾ നൽകുന്ന ഈ സമുദായ അധികാരികളോ നമ്മുടെ തന്നെ ഈ മാരേജ് ഹാളിൽ നിന്നോ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അത് ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യണം. അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു അപേക്ഷ ഫോമുണ്ട്. ആ അപേക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മുടെ അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ, വയസ്സ് തെളിയിക്കുന്ന രേഖ. വയസ്സ് തെളിയിക്കുന്ന രേഖ SSLC ബുക്കായിരിക്കണം, അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് ആയിരിക്കണം, പാസ്പോർട്ട് ആയിരിക്കണം. ഗവൺമെൻറ് നൽകുന്ന ഏതെങ്കിലും രേഖ വെച്ച് മാത്രമേ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ കാണുന്ന പള്ളിയിൽ എന്ന് പറയുന്നത് വിവാഹം ഒരിക്കലും ഒരു വാലിഡ് മാരേജായി നിലവിലുള്ള നിയമം അനുസരിച്ച് കേരളത്തിൽ കാണാൻ കഴിയില്ല.
അതുമാത്രമല്ല ഈ ഏജ് ഇപ്പോൾ അദ്ദേഹം തന്നെ പറയും, നിങ്ങളുടെ റിപ്പോർട്ടർ അദ്ദേഹത്തിൻ്റെ പേര് റാഫി എന്നാണ് തോന്നുന്നു, മുഹമ്മദ് റാഫി തന്നെ റാഫി കരീം തന്നെ പറയുന്നത് അദ്ദേഹം ആധാർ കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞതൊക്കെയാണ്. അതൊക്കെ ഈ ചെയ്തയാളുടെ വിവരദോഷം എന്നല്ലാതെ അത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽ വ്യാപകമായി നടക്കുന്നൊരു സംഗതിയേ അല്ല എന്ന് മുസ്ലിം സമുദായത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും. ഇന്ന് രാവിലെ പോലും ഒരു 2ാം വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആദ്യത്തെ വിവാഹം നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യും, അവരെ എല്ലാ ബാധ്യതയും തീർത്ത ശേഷം രണ്ടാമത്തെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതിയാണ്. മഹല്ല് കമ്മിറ്റികൾ പക്കയാണ്, കർക്കശാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ലോയർ, അദ്ദേഹത്തെ എനിക്കറിയില്ല, അദ്ദേഹത്തിൻ്റെ വോയിസ് റെക്കോർഡിൽ ഫോൺ കോൺവെർസേഷനിൽ പറയുന്നത് ഞങ്ങൾ അവിടെ നടത്താറില്ല എന്നാണ്. ഈ ഇമാമി എന്ന് പറയുന്നയാൾ മലയാളിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വേഷവിധാനം കണ്ടിട്ട് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ഏതോ ഒരാളെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ആ പ്രദേശത്ത് അദ്ദേഹത്തിന് താല്പര്യത്തിൽ ചില വിക്രികൾ നടത്തുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെയോ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിൻ്റെയോ പരിച്ഛേദമായി കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയുന്നത്. എന്നാലിത് ഗൗരവമുള്ള വിഷയം തന്നെയാണ്. ഞാൻ പറയുന്നത് ആ പ്രദേശത്ത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി CWC ഉണ്ട്, 1098 എന്ന് പറയുന്ന ചൈൽഡ് ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ഉണ്ട് സ്റ്റേറ്റ് ലെവലിൽ. ഇവരൊക്കെ ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടാൽ കർശനമായ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട്, പോലീസിനുണ്ട്. ഇതിലേതെങ്കിലും പ്രത്യേക ഇപ്പോൾ ആ മഹല്ല് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആര്, സെക്രട്ടറി ആര്, അതിലെ ട്രഷറർ ആര്, ഭരണസമിതിയിൽ മറ്റാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ അവരുടെ പങ്കുണ്ടോ? ഇപ്പോൾ രാവിലെ 8 മണിക്ക് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മഹല്ല് ഭാരവാഹികളൊന്നും അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരൊന്നും ആ സമയത്ത് പള്ളിയിൽ പോകുന്ന രീതിയില്ല. മിക്കവാറും യോഗങ്ങളിൽ മാത്രമാണ് പള്ളി കമ്മിറ്റിക്കാർ പള്ളിയിൽ പോവുക. പള്ളി നടത്തിപ്പിൻ്റെ ആൾക്കാർ 1-2 ആൾ പ്രദേശത്തുണ്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഷംസുദ്ദീൻ വക്കീലിനോ ആ പ്രദേശത്തിലെ ആൾക്കാർക്ക് ഇതിൽ പങ്കിട്ടാമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അത് കർശനമായി പുറത്തു കൊണ്ടുവരേണ്ട സംഗതിയാണ്. കേരളത്തിലെ മുസ്ലിം സമുദായം വലിയ തോതിൽ ഈ ശൈശവ വിവാഹത്തിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പം പെൺകുട്ടികൾ, ഇപ്പം ഷബിനക്കനറിയാം, 25, 26, 28, 30 വയസ്സുള്ള കുട്ടികളാണ് ഇപ്പം പോലും വിവാഹത്തിന് തയ്യാറാകാത്തൊരു സമുദായമാണ് കേരളത്തിലെ മുസ്ലിം സമുദായം. പിന്നെ ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പം ലക്ഷ്മി ചോദിച്ചതുപോലെ ശരീഅത്തും ഇന്ത്യൻ നിയമങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ് മറികടക്കാൻ നമ്മുടെ ഇപ്പോൾ കേരള ഹൈക്കോടതി വിധി തന്നെ നിങ്ങൾക്ക് ഈ വിവാഹം വാലിഡ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ലൈനിലാണ്. വാലിഡ് എന്ന് പറയാൻ കാരണം ഈ 16 വയസ്സിൽ കല്യാണം കഴിച്ച ഒരു പെൺകുട്ടി ചെലവിന് ആവശ്യപ്പെട്ട് ഭർത്താവിനെതിരെ നേരത്തെ CRPC ഉള്ള കാലത്ത് ജൂലൈ 1 മുമ്പത്തെ കാര്യം CRPC പ്രകാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSS പ്രകാരമോ ചെലവിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ വിവാഹം വാലിഡ് അല്ല, അതുകൊണ്ട് ചെലവിന് നൽകേണ്ടതില്ല എന്നൊരു സ്റ്റാൻഡ് ഭർത്താവ് എടുക്കുന്നത് മറികടക്കാനാണ് ഈ നമ്മുടെ പേഴ്സണൽ ലോ പ്രകാരം നടന്ന വിവാഹം. ഇത് സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് അനുകൂലമായ സ്റ്റാൻഡ് കോടതികൾ കാണുന്നത് ഈ വിവാഹം വാലിഡാണ്. എങ്ങനെ ഈ വിവാഹം വാലിഡ് അല്ല എന്ന് പറഞ്ഞ് പെൺകുട്ടികൾക്കോ സ്ത്രീകൾക്കോ ചെലവിന് നൽകുന്നത് മറികടക്കാൻ വേണ്ടി വിവാഹം കഴിച്ച പുരുഷൻ ശ്രമിക്കുന്നത് തടയുന്നതിന് വേണ്ടിയാണ് കോടതികൾ ഈ വിവാഹം വാലിഡാണെന്ന് പറയുന്നത്. അല്ലാണ്ട് ആ വിവാഹത്തെ സാധൂകരിക്കുകയല്ല. കേരളത്തിലെ മുസ്ലിം സമുദായം 18 വയസ്സാകാത്ത വിവാഹങ്ങൾക്ക് വലിയ തോതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പെൺകുട്ടികൾ വിവാഹത്തിന് താല്പര്യം കാണിക്കുന്നവർ, പക്ഷേ താഴെക്കടയിൽ നിൽക്കുന്ന ഏറ്റവും ഈ വ്യക്തി നിയമത്തിന്റെ മറവിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? ഇത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കേരളം ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായമടക്കം മഹല്ലുകളടക്കം വലിയ ജാഗരൂകരാണ് ഇക്കാര്യത്തിൽ എന്ന് പറയുമ്പോഴും ഈ പെരുമ്പാവൂരിലെ കേസിൽ ഈ CPIM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ മസ്ജിദ്. അപ്പോൾ അത് ആരും അറിയാതെ അല്ല അവിടെ നടക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അവിടെ കൂടുതലായുള്ളത്, അത്തരക്കാരുടെ വിവാഹങ്ങളാണ് അവിടെ കൂടുതലായി നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അത് വേറെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമല്ല എന്ന ഒരു മനോഭാവമായിരിക്കുമോ ഈ മസ്ജിദിൽ ഇത് നടക്കാൻ കാരണമായിട്ടുണ്ടാകുക? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഈ വ്യക്തി നിയമത്തിൻ്റെ മറവിൽ അങ്ങനെ വ്യാപകമായ ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ താങ്കൾക്ക് ഈ ഘട്ടത്തിൽ? അല്ല, ക്രൈം നടത്തുന്നതിന് വ്യക്തി നിയമവുമായിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ പെർട്ടിക്കുലർ ഇഷ്യൂവിൽ നമ്മൾ പറയാം, ആ ഇമാമിൻ്റെ നമ്മൾ വേഷവിധാനം കണ്ടപ്പോൾ അയാളുടെ ലാംഗ്വേജ് മലയാളം അല്ലാതാണ് വിചാരിക്കുന്നത്. അയാൾ നോർത്ത് ഇന്ത്യയിൽ നിന്നോ മറ്റോ വന്ന ഒരാളാണ്. അയാൾ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ധാരണയില്ല ഒരാളല്ല. മുഹമ്മദ് റാഫി കരീം തന്നെ റിപ്പോർട്ട് ചെയ്ത സംഗതി മുഹമ്മദ് റാഫി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ വിവാഹ രജിസ്റ്റർ ഉണ്ടായിട്ടില്ല എന്നാണ്. നമ്മൾ സാധാരണ മഹല്ല് കമ്മിറ്റികളിൽ എല്ലാ മഹല്ലുകളും നിങ്ങൾ പരിശോധിച്ചാൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന മഹല്ലുകളിലൊക്കെ ഒരു വിവാഹ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്നുണ്ട്.
ആ വിവാഹ രജിസ്റ്ററിൽ വരൻ്റെ പേര്, വധുവിൻ്റെ പേര്, അവരുടെ അച്ഛൻ്റെ അമ്മയുടെ പേര്, സാക്ഷികൾ, എത്രയാണ് മഹർ, ഇത്തരം കാര്യം വിശദമായി രേഖപ്പെടുത്തുന്ന വിവാഹ രജിസ്റ്റർ ഉണ്ട്. അങ്ങനെ വിവാഹ രജിസ്റ്ററുള്ള ആ രജിസ്റ്ററിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തുകളും നമ്മുടെ മാരേജ് റൂൾസ് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത്. അതിനർത്ഥം ഇവിടെ ഒരു വ്യവസ്ഥാപിതമായ മാർഗ്ഗപ്രകാരം നടക്കുന്ന ഒരു സംഗതിയില്ല. അപ്പോൾ നമ്മൾ മയക്കുമരുന്ന് നമ്മുടെ സമൂഹം നിരോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പള്ളിയിലെ ഇമാം മയക്കുമരുന്ന് വിറ്റ് കഴിഞ്ഞാൽ പള്ളി മയക്കുമരുന്ന് വിറ്റു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇല്ല. ആ ഒരു ഇമാമിന്റെ തട്ടിപ്പായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു ഇമാം വ്യക്തിപരമായി നടത്തുന്ന തട്ടിപ്പാണെന്ന് തോന്നുന്നില്ല. അതൊരു ഇമാമിന്റെ മാത്രം തട്ടിപ്പാണെന്ന് തോന്നുന്നില്ല. അഡ്വക്കേറ്റ് ഷുക്കൂർ. ലക്ഷ്മി, ഞാൻ പറയട്ടെ, നമ്മൾ ഈ വിവാഹത്തിന് സാക്ഷിയായിട്ട് ആ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആരുമില്ല, ആ പ്രദേശത്തിലെ സമൂഹത്തിലെ ഉന്നതന്മാരാരുമില്ല. ഇവിടെ നമ്മൾ ഈ വീഡിയോ ദൃശ്യത്തിൽ പോലും നമ്മൾ കാണുന്നത് ആ ഇമാമിനെ മാത്രമാണ്. അതായത് അയാൾക്ക് പണം കിട്ടിയ സമയത്ത് അയാളൊരു നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു, തീർച്ചയായും അയാൾ ശിക്ഷിക്കപ്പെടണം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി എന്നൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. ഓരോ ജില്ലയിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും അതിനെ ആവശ്യമായ രീതിയിൽ തടയിടാനും ഉത്തരവാദപ്പെട്ടവരാണ് അവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ഉണ്ട് സ്റ്റേറ്റ് ലെവലിൽ, അവർക്ക് അതുപോലെ 109. ഇപ്പം നമ്മുടെ മുഹമ്മദ് റാഫി എന്ന് പറയുന്നയാൾ ഇത്തരം ശിശു വിവാഹം നടന്നതിൻ്റെ കാര്യങ്ങൾ അറിയെങ്കിൽ അദ്ദേഹം ആ കമ്മിറ്റിയെ വിളിച്ച് പറയണം, ആ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണം ഇങ്ങനെ നടക്കുന്നുണ്ട്, തടയാൻ ശ്രമം നമ്മൾ നടത്തണം. ഈ ഇമാമ് കുറ്റക്കാരൻ തന്നെയാണ്, പക്ഷേ ആ പള്ളി ഭാരവാഹികളുടെ പങ്കാളിത്തം എത്രയാണെന്ന് ഈ വന്ന റിപ്പോർട്ട് പ്രകാരം നമുക്ക് പറയാൻ കഴിയില്ല. അവർക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവരെ ശിക്ഷിക്കപ്പെടണം. കാരണം വിവാഹ രജിസ്റ്റർ ചേർത്തിട്ടില്ല, വിവാഹ രജിസ്റ്റർ ആ പള്ളിയിൽ സൂക്ഷിക്കുന്നില്ല. അതിനർത്ഥം ആ പള്ളി വ്യവസ്ഥാപിതമായി വിവാഹം നടത്തി കൊടുക്കുന്നൊരു സ്ഥലമല്ല, മറ്റ് മഹല്ലുകളെ പോലെ ഒരു വിവാഹ രജിസ്റ്റർ കീപ്പ് ചെയ്യുന്ന സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി പോയിട്ട് ഈ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഈ വിവാഹം കഴിച്ചവർ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്കിത് ഒരു കൃത്യമായ പ്ലാനോട് കൂടി ചെയ്ത ഒരു വിവാഹം എന്ന് പറയാൻ കഴിയും. ആ വിവാഹ രജിസ്റ്റർ ഉപയോഗിച്ച് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റി പോയിട്ട് ഈ റാഫിയുടെ 2 സുഹൃത്തുക്കൾ വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ ആ വിവാഹത്തിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇതിൽ മഹർ എത്ര എന്ന് പറയുന്നില്ല, സാക്ഷികളെക്കുറിച്ച് പറയുന്നില്ല, ആ മഹർ കൊടുത്തതിനെക്കുറിച്ച് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹം ഒരു വാലിഡ് മുസ്ലിം മാരേജ് ആണെന്ന് ആസ് പെർ ലോ നമുക്ക് പറയാൻ കഴിയില്ല. ശ്രീമതി എൽസി ഉമ്മൻ കൂടി ചേരുകയാണ്, മനഃശാസ്ത്ര വിദഗ്ധ. ശ്രീമതി എൽസി ഉമ്മൻ, അടുത്തിടെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം കേരളത്തിലെ പ്രായപൂർത്തിയാകാത്ത അമ്മമാരുടെ എണ്ണമടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വന്നത്. ഈ തരത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ വിവാഹത്തിലേക്ക് തള്ളിവിടുന്നത്, അത് എന്ത് തരത്തിലുള്ള പ്രത്യാഘാതമായിരിക്കും അവരിൽ മാനസികമായി ഉണ്ടാക്കുക? ഒരു കുടുംബം പോലുള്ള ഭാരത്തിലേക്ക് അവർ ചെറിയ പ്രായത്തിൽ കടന്നു ചെല്ലുക എങ്ങനെയായിരിക്കും അവരുടെ വ്യക്തി ജീവിതത്തിലൊക്കെ പ്രതിഫലിക്കുക? താങ്കൾക്ക് എന്താണ് ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്? ഇത്തരം കേസുകൾ താങ്കളുടെ അടുത്ത് എത്താറുണ്ടോ? പണ്ട് കാലത്ത് ശൈശവ വിവാഹം വളരെയധികം കോമൺ ആയിരുന്ന സമയത്ത് ഇതുപോലെ 15 വയസ്സ് 16 വയസ്സ് ഒക്കെ പ്രായമായവർ, അതായത് ഇപ്പോൾ ഏകദേശം ഒരു 45 വയസ്സ് 50 വയസ്സൊക്കെ ഉള്ളവർ. അപ്പോൾ പല പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ നമ്മൾ എത്രാമത്തെ വയസ്സിലാണ് വിവാഹം കഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമ്പോൾ പലപ്പോഴും അത് പ്രണയവിവാഹം അല്ലെങ്കിൽ അറേഞ്ച്ഡ് ആവാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പ്രായപൂർത്തിയാകാതെ കല്യാണം കഴിക്കുമ്പോൾ അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങളാണുള്ളത്. അത് ശാരീരികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും, മാനസികമായിട്ട് പ്രശ്നങ്ങളുണ്ടാകും, അതേപോലെ തന്നെ സാമൂഹ്യമായിട്ട് പ്രശ്നം ഉണ്ടാവും, അവരുടെ വൈവാഹിക ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും, അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പ്രശ്നമുണ്ടാവും. ഇങ്ങനെ 5 തലത്തിലും ഇത് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പേ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു റിസ്കി പ്രഗ്നൻസി ആയിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഒരു ശൈശവ പ്രായത്തിലുള്ള ഒരു ഗർഭധാരണവും പ്രസവവും ഒക്കെ പറയുന്നത് എന്ന് പറഞ്ഞാൽ അതിനൊക്കെയും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ പല തലത്തിൽ അത് വരാം. കാരണം അവർ പഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രായമാണ്.
അത് തന്നെയല്ല നമ്മുടെ തലച്ചോറ് പൂർണ്ണമായിട്ടും വളർച്ചയിലെത്തും. നമ്മൾ വിചാരിക്കും കുഞ്ഞിലെ ആകുമ്പോഴത്തേക്കും പണ്ടത്തെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് 2 വയസ്സാകുമ്പോഴത്തേക്കും തലച്ചോറ് മുഴുവനായി വളർന്നു എന്നുള്ളതാണ്. ആ കൺസെപ്റ്റ് വളരെയധികം തെറ്റാണ്. കാരണം തലച്ചോറ് പൂർണ്ണമായിട്ട് വളരണമെങ്കിൽ ഏകദേശം ഒരു 22 അല്ല ഒരു 25-നുള്ളിൽ 22-23 ആ ഒരു പ്രായമാകുമ്പോഴാണ്. കാരണം ഡിസിഷൻ മേക്കിംഗ്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി, പ്രാപ്തി ആ സമയത്തെ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ ജഡ്ജ്മെൻറ്റ്, ശരി ഏതാണ് തെറ്റേതാണെന്ന് വിവേചിച്ചറിയാനുള്ള കപ്പാസിറ്റിയും ആ പ്രായത്തിലേ ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഈ മുൻവശത്തെ ഈ പോർഷനാണ് ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് അവർക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നു, അവർക്ക് ശരിയേതാ തെറ്റേതാന്ന് വിവേചിച്ചറിയാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നു. അത് തന്നെയല്ല അവർ വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി പിന്നോക്കാവസ്ഥയിലേക്ക് വരുന്നു. ഒരിക്കലും അവർക്കൊരു സ്വയം പര്യാപ്തത നേടാനായിട്ട് പറ്റാതെ വരുന്നു. അത് തന്നെയല്ല അവർക്ക് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഇല്ലാതെ വരുന്നു. അവർക്ക് സമൂഹത്തിൽ ഒരു പ്രസ്റ്റീജ് ഇല്ലാതെ വരുന്നു. അതായത് അവർക്കൊരു സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാതെ വരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഡിപ്രഷൻ, വിഷാദരോഗത്തിൻ്റെ തോത് കൂടുതലാണ്. അതേപോലെ തന്നെ ഉത്കണ്ഠയുടെ തോത് കൂടുതലാണ്. ഭാരിച്ച ചുമടുകളും ഉത്തരവാദിത്തങ്ങളും ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ അതിനുള്ള മെച്യൂരിറ്റി ഇല്ലാതെ വരുമ്പോൾ അത് ചെയ്യുന്നതിൽ അപാകതകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതൊക്കെയും അവരുടെ ഫങ്ഷനിങ് ലെവലിനെ ബാധിക്കുന്നു. അത് തന്നെയല്ല ലൈംഗികതയെക്കുറിച്ച് ഒരു പക്ഷേ അവർക്ക് വേണ്ട രീതിയിലുള്ളൊരു അവബോധം വേണമെന്നില്ല. അപ്പോൾ അവരുടെ സെക്ഷൽ ഫങ്ഷനിങ് ശരിയായ രീതിയിലാകണമെന്നില്ല. ഒരു പക്ഷേ ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം പിന്നീട് വരുന്നത്. അതൊക്കെയും വളരെയധികം മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സംഗതികളായിട്ട് പിന്നീടുള്ള കാലങ്ങളിലൊക്കെയും അത് അവരുടെ ജീവിതകാലം മുഴുവനും അത് വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. അത് തന്നെയല്ല പൊരുത്തമില്ലായ്മ, ജീവിതത്തിലെ താളപ്പിഴകൾ, വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒക്കെയും അവർക്കുണ്ടാകാം. പിന്നെ സാമൂഹ്യമായിട്ട് അവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ. കാരണം അതുവരെ പല കുട്ടികളായിട്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സോഷ്യൽ നെറ്റ്വർക്ക് സിസ്റ്റം സ്കൂളിലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായ പെട്ടെന്നൊരു പറിച്ചുനടൽ വരുമ്പോൾ അവർക്ക് ആ ഉണ്ടാകുന്ന ആ ഒരു കൗമാരക്കാലം അല്ലെങ്കിൽ ബാല്യകാലം ഇതൊക്കെയും അവർക്ക് നഷ്ടപ്പെടുന്നു. അതിൻ്റെ കാരണം കൊണ്ട് തന്നെ സോഷ്യൽ ഐസൊലേഷൻ അവർക്കുണ്ടാകുന്നു. അവർക്കൊരു സാമൂഹ്യമായിട്ടുള്ള ഒരു പുരോഗതി ഇല്ലാതെ വരുന്നു. നമ്മളെപ്പോഴും ഈ ശാക്തീകരണമൊക്കെയും സംസാരിക്കുമ്പോഴും ഒരു തരത്തിലുമുള്ള ശാക്തീകരണം പോസിബിൾ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ വന്നു ഭവിക്കുന്നു. ഇതൊക്കെയും തന്നെ അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാകാം. അതിനുശേഷമുള്ള എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന, അതായത് തുടക്കത്തിൽ ഇതുപോലെ ഏർലി മാരേജ് ആയി കഴിഞ്ഞിട്ട് മാരേജ് കൺസ്യൂമേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം, അതായത് ആദ്യമായിട്ട് ലൈംഗിക ബന്ധം ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 വർഷത്തിന് ശേഷമായിരുന്നു. അതുവരെയും ഈ കുട്ടി വളരെയധികം പീഡനം അനുഭവിച്ച, മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും, പിന്നെ ചെകുത്താൻ കയറിയതാണ് അല്ലെങ്കിൽ പിശാച് കയറിയതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനൊക്കെയും വിധേയമായ ഒരു കുട്ടിയെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയും പെൺകുട്ടികളിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ കടന്നു പോകാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും ഈ ഏർലി മാരേജിലുണ്ട്. അതുകൊണ്ടൊക്കെയും തന്നെ അത് പിന്നീടാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഒരു തുടക്കത്തിലൊരു ഇമ്പാക്റ്റ്, അതിന് ശേഷം ആ ഇഴയെടുപ്പം നഷ്ടപ്പെടുന്നു. കാരണം പലപ്പോഴും നിർബന്ധിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ വിവാഹം എന്താണ്, കമ്മിറ്റ്മെൻറ്റ് എന്താണ്, ഇതൊന്നും അതിനെപ്പറ്റിയുള്ള ഒരു സാധാരണ രീതിയിലുള്ളൊരു അറിവോ പക്വതയോ ഒന്നും ഇല്ലാത്ത പ്രായത്തിൽ ഇതിനകത്ത് വന്ന് പെട്ട് കഴിയുമ്പോൾ അവർക്കത് എങ്ങനെ തരണം ചെയ്യണമെന്ന് പോലുമുള്ള അറിവില്ലായ്മ ഉണ്ടാകാം. അത് തന്നെയല്ല പെട്ടെന്ന് കുട്ടികളുണ്ടാവും. ഈ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള പ്രാപ്തിയും അവർക്ക് ഒരുപക്ഷെ ഉണ്ടാകത്തില്ല. അപ്പോൾ അതൊരു പേരൻറ്റിങ്ങിനെയും, അതായത് രക്ഷാകർതൃത്വത്തെയും സാരമായി ബാധിക്കും. കാരണം അവരുടെ തന്നെ കുട്ടിത്തം നഷ്ടപ്പെട്ടിട്ടില്ല, അവർ തന്നെ കുട്ടിയാണ്, അവർ തന്നെ അഡോളസൻ പ്രായമാണ്, കൗമാരപ്രായമാണ്. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ഗർഭധാരണവും അതേപോലെ തന്നെ പാരൻറ്റിങ്ങും ഒക്കെ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു നല്ല അമ്മയാകാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ വരുന്നു. അപ്പോൾ അത് അടുത്ത തലമുറയെ കൂടെ സ്വാഭാവികമായിട്ടും അത് ബാധിക്കുന്നു. അടുത്ത തലമുറയെ നല്ല രീതിയിൽ വളർത്തിയെടുത്ത് മോൾഡ് ചെയ്തെടുക്കാൻ ഉള്ളൊരു കപ്പാസിറ്റിയും കൂടെ നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരുപാട് തലത്തിലുള്ള പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ ഈ ചൈൽഡ് മാരേജ് അല്ലെങ്കിൽ അഡോളസെൻ്റ് ഏജിലെ മാരേജിൽ നമ്മൾ കണ്ടുവരുന്നത്. അഡ്വക്കേറ്റ് എ ഷുക്കൂർ, ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളെ കുറിച്ച് താങ്കൾ നേരത്തെ പറയുകയുണ്ടായി. ഇത്തരത്തിൽ ഒരു വിവാഹം നടക്കുകയാണെങ്കിൽ, അതല്ല ഒരു കുട്ടിക്ക് നേരെ എന്തെങ്കിലും അതിക്രമം നടക്കുകയാണെങ്കിലൊക്കെ അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് നമ്മുടെ നാട്ടിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാലത്തെ ഈ അഭിഭാഷക ജീവിതത്തിൽ തന്നെ എന്താണ് തോന്നുന്നത്? തീർച്ചയായും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വളരെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമിതിയാണ്. നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾ വലിയ തോതിൽ ചൂഷണത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും വിധേയമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പോക്സോ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകൾ പോലും വളരെ കൂടുതലാണ്. ആ കുട്ടികൾക്ക് വേണ്ട മാനസികമായ ആരോഗ്യം നൽകുക,
കൗൺസിലിംഗ് നൽകുക. ഇത്തരം കുറ്റകൃത്യങ്ങൾ കണ്ടാൽ ആ കുറ്റകൃത്യത്തിന് ഇരയാക്കപ്പെട്ട കുട്ടികൾക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യതയൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾക്കുണ്ട്. അതിൽ നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ജാഗ്രതാ സമിതികൾ, പഞ്ചായത്ത് മെമ്പർമാരുടെ സംഗതികൾ, അയൽക്കൂട്ടങ്ങൾ, അത്തരം കുടുംബശ്രീ തുടങ്ങിയ എല്ലാ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിയിട്ട് ഓരോ പ്രദേശത്തെയും ഓരോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആ പ്രദേശങ്ങളിലുള്ള എല്ലാ ജനകീയമായ കൂട്ടായ്മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പോലീസ് സ്റ്റേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരം ക്രൈമുകൾ മുൻകൂട്ടി അറിഞ്ഞാൽ തടയാനുള്ള ശ്രമം നടത്താറുണ്ട്. ശ്രമം നടത്തിയ അനുഭവങ്ങളുണ്ട്. പല ഘട്ടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പോലീസിനെ അയച്ചിട്ട് വിവാഹം തടസ്സപ്പെടുത്തിയ ഏറ്റവും അവസാനം തന്നെ പല വാർത്തകളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രദ്ധേയമായതാണ്. +2 പഠിക്കുന്ന കുട്ടികളെ വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിക്കാൻ ശ്രമിച്ചപ്പോൾ ആ പെൺകുട്ടി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കും ചൈൽഡ് ലൈനൊക്കെ പരാതിപ്പെടുത്തുകയും അവരിടപെടുകയും ചെയ്ത സംഗതികളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എറണാകുളം ജില്ല വലിയ ജില്ലയാണ്. ആ പെരുമ്പാവൂർ പോലത്തെ പ്രദേശങ്ങളിൽ ഈ അതിഥി തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന പ്രദേശമാണ്. ആ കാര്യത്തിൽ കുറേ കൂടി ജാഗ്രത, അവരുടെ ആരോഗ്യം, ആ കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇപ്പോൾ കേരളത്തിലെ ഇപ്പം തന്നെ നമ്മൾ 2 ദിവസം മുമ്പ് പ്രധാനപ്പെട്ടൊരു വാർത്ത കണ്ടത്, കേരളത്തിലെ ഒരു അന്യ സംസ്ഥാനത്ത് വന്ന് നമ്മുടെ ഇവിടെ അതിഥി തൊഴിലാളിയായി ജീവിക്കുന്ന ഒരാളുടെ കുട്ടി മലയാള ഭാഷയിലെ കഥ അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വലിയ രീതിയിൽ നമ്മൾ ആഘോഷിച്ചതാണ്. അതിനർത്ഥം ആ കുട്ടികൾക്ക് വലിയ പ്രൊട്ടക്ഷൻ കേരളത്തിൽ കിട്ടുന്നുണ്ട്. അതിന് കൂടെ ഇത്തരം ചില പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കുണ്ട്. അത് അവർ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. നമ്മൾ ഈ പ്രദേശത്തുള്ള ഈ പെരുമ്പാവൂർ എന്ന് പറയുന്ന ഈ പ്രദേശത്തുള്ള ഈ പള്ളി കമ്മിറ്റിയുടെ പള്ളി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആരാണ്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം നേരത്തെ റാഫി സൂചിപ്പിക്കേണ്ടായി. അദ്ദേഹം റിപ്പോർട്ടിങ്ങിൽ ആ പ്രദേശത്തിലെ ആൾക്കാരാണ് ഈ വിവരം നൽകിയതെന്ന്. ആ വിവരം നൽകിയ ആൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ടോ, പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ, പഞ്ചായത്ത് മെമ്പറെ അറിയിച്ചിട്ടുണ്ടോ, ഈ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾ തന്നെ അറിയിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ അറിഞ്ഞും കൊണ്ട് വീണ്ടും ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഇത്തരം ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സംഗതിയുടെ പുറത്ത് പോലീസിന് ആക്ഷൻ എടുക്കാൻ കഴിയില്ല, ആ ഇമാമിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. നേരെ മറിച്ച് കൃത്യമായൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ നടന്ന സംഭവത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ തീർച്ചയായും ഈ നിക്കാഹ് കൊടുത്ത ഇമാമ് അതിന് കൂട്ടുന്ന ആളുടെ പേരിൽ കേസെടുക്കാൻ പോലീസിന് കഴിയും. അങ്ങനെയുള്ള സംഭവങ്ങൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിക്കാനുള്ള സാഹചര്യം സാമൂഹ്യ ബോധമുള്ള ആളെന്ന നിലയിൽ നമുക്കെല്ലാം ഉണ്ട്. ആ പ്രദേശത്തിലെ പഞ്ചായത്ത് മെമ്പർക്കുണ്ട്, കുടുംബശ്രീ അംഗങ്ങൾക്കുണ്ട്, ആ പ്രദേശത്തിലെ സാമൂഹ്യ പ്രവർത്തകർക്കുണ്ട്, ഈ മഹല്ല് കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കുമുണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ആ പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? അവരറിയാതെ രഹസ്യമായി ഇമാമിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരോട് അയാൾ ഈ സൂത്രത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയാണോ? അത് പുറത്തു വരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പോൾ വേറെ എവിടെയെങ്കിലും അതുകൊണ്ട് തന്നെ അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന് നമ്മുടെ സംസ്ഥാനത്ത് അതിഥികളായി ജീവിക്കുന്ന കുടുംബത്തിൻ്റെ വിവാഹം മാത്രം നിർത്തിക്കൊടുത്തു. ഇപ്പം ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു ഭാര്യയാണോ, അല്ലെങ്കിൽ കാമുകിയാണോ, അല്ലെങ്കിൽ ഫാൻസി ആണോ, അനി ആങ്ങളെയാണോ പെങ്ങളെയാണോ നമുക്കറിയില്ല. പക്ഷേ അവരുടെ അന്യ സംസ്ഥാനക്കാർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇത് പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ പരിശോധിക്കുന്നത് സദാചാര പോലീസിംഗായി മാറുകയും ചെയ്യും. അപ്പോൾ ഇതിൽ കൃത്യമായ മോണിറ്ററിങ്, ഇപ്പോൾ നമ്മൾ മറ്റു സംസ്ഥാനത്ത് വന്ന് താമസിക്കുന്ന ആളുടെ രജിസ്റ്റർ പോലീസ് സ്റ്റേഷൻ സൂക്ഷിക്കണമെന്നുണ്ട്. ആ സൂക്ഷിക്കുന്ന സമയത്ത് ആധാർ കാർഡ് നമ്മൾ പരിശോധിക്കും. അങ്ങനെ ആധാർ കാർഡ് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനെ ബന്ധപ്പെട്ട് ഏതെങ്കിലും വിവാഹം നടന്നതായി അറിഞ്ഞാൽ ആ വിവാഹത്തെക്കുറിച്ച് നമുക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ കഴിയും. നേരത്തെ റാഫി എന്ന് പറയുന്ന നിങ്ങളുടെ റിപ്പോർട്ടർക്ക് വിവരം നൽകിയ ആൾ ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. അവർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിക്കണം, പോലീസിനെ അറിയിക്കണം. അല്ലാണ്ട് ഒരു മീഡിയയോട് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം സാമൂഹ്യ ബാധ്യത തീരുന്നില്ലല്ലോ. അങ്ങനെ കൃത്യമായി നടന്ന നമ്മളിപ്പം അതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തൊരു കല്യാണമാണ്. ആക്ച്വൽ നടന്ന കല്യാണത്തെ എങ്ങനെ പുറത്തു കൊണ്ടുവരും, അങ്ങനെ കൊണ്ടുവന്നിട്ട് അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ബാധ്യതയും ഈ റാഫിക്ക് വിവരം നൽകിയവർക്ക് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തനം തീർച്ചയായും ആ മേഖലയിൽ കുറേ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധ കുറഞ്ഞത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഈ കാര്യത്തിൽ ഒരു രഹസ്യ പോലീസിൻ്റെ സഹായം തേടാം, സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ സഹായം തേടാം. ഇപ്പം മറ്റു പല സ്ഥലത്തും ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 17 വയസ്സായ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ഒരാൾ ശ്രമം നടത്തി. കല്യാണം കഴിക്കാൻ ആലോചന വന്നയാൾ ആ കുട്ടിയോട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അത് 18 വയസ്സായിട്ടില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ട്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ ആൾക്കാർ പറയുന്നത് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് തിരുത്തി കല്യാണം നടത്തണമെന്ന്. അയാൾ തയ്യാറായില്ല. അയാൾ തയ്യാറാത്തതിൻ്റെ പേരിൽ അയാളുടെ പേരിൽ പോക്സോ പ്രകാരം കേസ് കൊടുക്കാൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ തയ്യാറായി. അയാളുടെ ഭാഗ്യം കൊണ്ട് പോലീസ് അന്വേഷണത്തിൽ ഇയാൾ നിരപരാധി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് 376 FIR രജിസ്റ്റർ ചെയ്തൊരു കേസിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടത്.
അപ്പം നമ്മുടെ സമൂഹത്തിൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പലപ്പോഴും ഇത്തരം കുതന്ത്രങ്ങൾ പാലിക്കുന്നത്. ഇത് ഹോസ്ദുർഗ് പോലീസ്, കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് പോലീസ് രജിസ്റ്റർ ചെയ്തൊരു കേസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. പെൺകുട്ടിയെ കാസർഗോഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആ കാര്യത്തിൽ അന്വേഷിച്ചതാണ്, അവർ SP ക്ക് റിപ്പോർട്ട് കൊടുത്തതാണ്. പോലീസിൻ്റെ ഭാഗത്ത് പോലും ആ കുറ്റകൃത്യത്തിന് കൂട്ടുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പ്രവർത്തിക്കാറുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാസർഗോട്ടെ കാര്യം ഞാൻ പറയുന്നത്. എറണാകുളം പോലെ വലിയ ജില്ലകളിലും കുറേ കൂടി ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറയുന്നത് 17 വയസ്സായ പ്രായമായ പെൺകുട്ടിയെ, അതായത് പ്ലസ് ടുവിന് പഠിക്കുന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയുടെ ബന്ധുക്കൾ ശ്രമിച്ചപ്പോൾ വിവാഹം കഴിക്കാൻ വന്നയാൾ, അയാൾക്ക് ബോധ്യപ്പെട്ട് ഈ കുട്ടിക്ക് വയസ്സായിട്ടില്ല എന്ന്. അയാൾ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ ഉടനെ വിളിച്ചു. പിറ്റേ ദിവസം അയാൾ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ആക്കിത്തരാം. അപ്പോൾ ഇയാൾ വിവാഹത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് അയാൾക്കെതിരെ പോക്സോ കേസ് വരുത്താൻ വേണ്ടിയിട്ട് പോലീസ് പോലും കൂട്ടുനിന്നു. FIR രജിസ്റ്റർ ചെയ്തു. പോലീസ് ആ അന്വേഷണ ടീമിൽ നിന്ന് ഹോസ്ദുർഗ് പോലീസിൽ മാറ്റിയിട്ട് കാസർഗോഡ് വനിതാ സെൽ CI കൊടുത്തു. അവർ വിശദമായി അന്വേഷിച്ചു. അയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടു എന്നാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അവർ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്തിട്ടില്ല. അതുപോലെ നമ്മുടെ നാട്ടിൽ അതിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, കാസർഗോഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അവർ ഈ പരാതി പോലീസിന് കൈമാറുകയും SP യോട് വിശദമായ അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റാഫി വീണ്ടും ചേരുകയാണ്. റാഫി, അഡ്വക്കേറ്റ് ഷുക്കൂർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് റാഫിക്ക് ഈ ഘട്ടത്തിൽ മറുപടി പറയാം. സമീപത്തുള്ള ആരും തന്നെ ഇത് പോലീസിൽ പരാതിപ്പെടാനോ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് പരാതി നൽകാനോ തയ്യാറായില്ലേ? അതുകൊണ്ടല്ലേ നമുക്കിപ്പോൾ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ വേണ്ടി വന്നു. ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ വെച്ചിട്ട് പോലീസിന് കേസെടുക്കാൻ പ്രയാസമായിരിക്കുമെന്നാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. റാഫി, അങ്ങനെ സമീപവാസികളുമായി സംസാരിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഒരു പോലീസിൽ പരാതിപ്പെടാത്ത സാഹചര്യം എന്താണ് അവിടെ ഉള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് ഷുക്കൂർ വക്കീൽ ചോദിച്ച 1-2 ചോദ്യങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ മറുപടി പറയാം. ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് ഈ കല്യാണത്തിന് മെഹർ ഉണ്ടായിരുന്നു. ഒരു പള്ളിയിൽ ഒരു ഇമാമ് നടത്തുന്ന തരത്തിലുള്ള കല്യാണം തന്നെയാണ് നടത്തിയത്. വാലിദായി ഒരാളുണ്ടായിരുന്നു, വലിയായി ഒരാളുണ്ടായിരുന്നു. ഒപ്പം തന്നെ 12 ഗ്രാം മെഹർ സ്വർണം പറഞ്ഞ് അത് കൃത്യമായി അയാൾ പറഞ്ഞ് ആ വിവാഹ സർട്ടിഫിക്കറ്റിൽ ആ മെഹർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു മുസ്ലിം പള്ളിയിൽ ഏത് തരത്തിലാണോ വിവാഹങ്ങൾ നടക്കുന്നത് അത്തരത്തിൽ സാക്ഷിയും മറ്റു കാര്യങ്ങളും വേണമെന്നാവശ്യപ്പെട്ട് ആ രീതിയിൽ തന്നെയാണ് വിവാഹം ഞങ്ങൾ ചിത്രീകരിച്ചത്, ക്യാമറയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചത്, ക്യാമറയ്ക്ക് വേണ്ടി. ഒപ്പം എടുത്തു പറയേണ്ടത് ഈ CPM നേതാവും അയാളുടെ കുടുംബവും അവരറിഞ്ഞിട്ടാണോ ഇത്തരത്തിലുള്ളൊരു വിവാഹം നടന്നത്, അല്ലെങ്കിൽ പ്രദേശവാസികൾ അറിയുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഈ പ്രദേശവാസികളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഈ പ്രദേശവാസികളിൽ നിന്ന് വിവരം ലഭിക്കുമ്പോൾ ഈ മസ്ജിദിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പരാതികൾ ഈ പ്രദേശവാസികൾ പോലീസിലും ഒപ്പം തന്നെ കോടതികളിലും നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിയമവിരുദ്ധമായാണ് ആ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. ആ മസ്ജിദ് കെട്ടിടത്തിന് പഞ്ചായത്തിൽ നിന്ന് നമ്പർ പോലും ഇട്ടിട്ടില്ല. ഒരു പള്ളി അവിടെ പ്രവർത്തിക്കാൻ പാടില്ല, ഈ പള്ളി പ്രവർത്തിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കളക്ടറുടെ, എറണാകുളം കളക്ടറുടെ ചോദിച്ചത് പ്രധാനമായും സ്പെസിഫിക് ആയ ഒരു ചോദ്യമാണ്. അത് ഇത്തരത്തിൽ ഈ അവിടുത്തെ മസ്ജിദ് നിയമവിരുദ്ധമായാണോ പ്രവർത്തിക്കുന്നത് എന്നതിലപ്പുറം അവിടെ നടക്കുന്ന ഇത്തരത്തിൽ നിയമവിരുദ്ധമായ നിക്കാഹ്, കല്യാണം, അതുമായി ബന്ധപ്പെട്ട പരാതികൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ലക്ഷ്മി, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതായത് ഈ കളക്ടർക്ക് മുന്നിൽ ഈ പരാതികൾ നൽകിയിട്ടുണ്ട് ഒരു വ്യക്തിയുണ്ട്. അയാൾ ഈ കളക്ടർക്ക് മുന്നിൽ പരാതികൾ നൽകി അതിനുശേഷം ഈ കളക്ടർക്ക് മുന്നിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമ്മളോട് അയാൾ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശം, ഈ പള്ളിയിൽ ബാങ്ക് ഉച്ചത്തിൽ വിളിക്കാൻ പാടില്ല എന്നും ഒരു പള്ളിയായി ഇത് പ്രവർത്തിക്കരുത് എന്നുമുള്ള നിർദ്ദേശങ്ങൾ ഈ CPM നേതാവ് അടക്കമുള്ളവർക്ക് വ്യക്തമായി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അതിനുശേഷവും ഈ മസ്ജിദിൽ ബാങ്ക് വിളി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മിമ്പറുണ്ട്, വെള്ളിയാഴ്ചകളിലെ ജുമാ നമസ്കാരങ്ങളുണ്ട്. അങ്ങനെ
നിയമം ലംഘിച്ച് തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരു മസ്ജിദാണ് എന്നുള്ളതാണ്. നിയമവിരുദ്ധമായ ഒരു കെട്ടിടത്തിൽ നിയമം ലംഘിച്ച് തുടർച്ചയായി നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ വർഷങ്ങളായി ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവർ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമകാര്യങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. എന്നാൽ എവിടെ നിന്നും വ്യക്തമായ ഒരു മറുപടി ലഭിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാധീനം ഉപയോഗിച്ച് നിയമത്തിനപ്പുറം നിന്നുകൊണ്ട് നേരിടുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ ഭയം മൂലമാണ് ക്യാമറയ്ക്ക് മുന്നിലും പറയാൻ ഇവർക്ക് മടിയായ കാര്യങ്ങൾ. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കണ്ണന്തറ എന്ന ഒരു മഹലിന് കീഴിലാണ്. കണ്ണന്തറ എന്ന വലിയൊരു മഹലിന് കീഴിൽ നിരവധി ഇത്തരത്തിലുള്ള പള്ളികളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മഹൽ കമ്മിറ്റിയെ വിവരം അറിയിച്ചിരുന്നു എന്ന് പോലും അവിടെയുള്ള നാട്ടുകാർ നമ്മളോട് പറഞ്ഞു. എന്നാൽ മഹൽ കമ്മിറ്റിയും ഇതുമായി ബന്ധപ്പെട്ടൊരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഈ ആളുകൾ നമ്മളോട് ഈ പ്രദേശവാസികൾ നമ്മളോട് നേരിട്ട് പറയുകയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ കൂടിയെല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു സ്റ്റിംഗ് ക്യാമറയിൽ ഇത്തരത്തിലൊരു ദൃശ്യങ്ങൾ അവിടെ നിന്ന് എടുക്കാൻ ഈ വിവരം പുറത്തു കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചത്. പെരുമ്പാവൂരിൽ ഇപ്പോൾ പണം കൈപ്പറ്റി. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശത്താണ് ബാലവിവാഹം ഒരു പള്ളിയിൽ നടത്തിക്കൊടുക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ മസ്ജിദ് പ്രവർത്തിക്കുന്നത്. അവിടെ 3500 രൂപ ചെലവിലാണ് വിവാഹം നടക്കുന്നത്. മസ്ജിദുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഇതിനോടകം നാട്ടുകാർ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ അവർ ക്യാമറയ്ക്ക് മുന്നിൽ പലരും പള്ളിയെ ഭയന്ന് ഇക്കാര്യം പറയുവാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊരു സ്റ്റിംഗ് ഓപ്പറേഷനിലേക്ക് കടന്നത്. 3500 രൂപ ചിലവിലാണ് അവിടെ ഇമാം കല്യാണം നടത്തിക്കൊടുത്തിരിക്കുന്നത്. പ്രായം തിരുത്തിയുള്ള വിവാഹ സർട്ടിഫിക്കറ്റും മസ്ജിദിൽ നിന്നും ലഭിക്കും എന്നുള്ള വിവരം അതാണ് ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. മുഹമ്മദ് റാഫി കരീമാണ് ഈ റിപ്പോർട്ട് വിശദമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്.